കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വാഹനം 2 നാനോ ആണ്. എൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ കിടക്കുന്നുണ്ട് 2 നാനോ, ഒരു വൈറ്റ് നാനോയും ഒരു റെഡ് നാനോയും വരുന്നുണ്ട്. അപ്പോൾ ഈ 2 നാനോൻ്റെയും പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഓട്ടോമാറ്റിക്കാണ്. 2016 മോഡലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണം. 2016 മോഡൽ വൈറ്റ് നാനോ വരുന്നുണ്ട്. 2016 തന്നെ ഇവിടെ റെഡ് നാനോയും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടാത്ത റേറ്റിനാണ് ഈ ഒരു നാനോ കൊടുക്കുന്നത്. ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് ഞാൻ എപ്പോഴും 2 lakhs മുകളിലേക്കാണ് സാധാരണ രീതി വരാറ്. പക്ഷേ ഈ ഒരു വാഹനം നമ്മൾ 1,65,000 രൂപ കൊടുക്കണം. ഇതിനകത്ത് ഒരു വാഹനം ഉണ്ടോ, 2 വാഹനം കൊടുക്കുന്നില്ല. അപ്പോൾ ഏത് വാഹനവും നമുക്ക് ഞാൻ പറയാം. അതിനൊക്കെ മുമ്പ് വാഹനത്തിൻ്റെ ഫുള്ള് വീഡിയോ കണ്ടിട്ട് വരാം. അതിനുശേഷം റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത് 2 ഓട്ടോമാറ്റിക് നാനോ ആണ്. 1,65,000 രൂപ ഓട്ടോമാറ്റിക് നാനോ നിങ്ങൾക്ക് എങ്ങും കിട്ടാൻ പോകുന്നില്ല. ആ ഒരു ഓഫറിലാണ് ഈ വാഹനം വന്നേക്കണം. അപ്പോൾ ഇതിൽ ഒരു വാഹനത്തിന് മാത്രം ഉണ്ടോ 1,65,000 രൂപ. അത് ഏതാണ് വാഹനം എന്ന് ഞാൻ പറഞ്ഞേക്കാം. നമ്മൾ ഓരോരോ ഭാഗങ്ങളിലേക്കും വിശദവിവരങ്ങളിലേക്കും നമുക്കൊന്ന് പോയേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് വാഹനം വന്നേക്കണേ. നമുക്കിൻ്റെ സൈഡ് പോർഷനും അതേപോലെ എൻജിൻ ഭാഗം കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയേക്കാം. അതിനൊക്കെ മുമ്പ് തന്നെ ഈ റെഡ് കളറ് നാനോന് വളരെയധികം ഡിമാൻഡുള്ളതാണ്. കാരണം റെഡ് നാനോ എപ്പോഴും റെഡ് നാനോ മാത്രമല്ല, നമ്മളിപ്പോൾ ടാറ്റയുടെ മിക്ക വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ റെഡ് കളറൊക്കെ നല്ല പ്രത്യേകതര ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഡിമാൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് സാധാരണ വണ്ടികളിലേക്കാളും പൊടിക്കൊരു കൂടുതലാണ്. കാരണം എല്ലാവരും വിളിച്ചിട്ട് റെഡ് ഉണ്ടോ എന്നാണ് ചോദിക്കാറ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു നാനോൻ്റെ കാര്യം വരുമ്പോൾ കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന നാനോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോരോ ഭാഗങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് പോയേക്കാം. ഈ വീലാർസിൻ്റെ എയർ കണ്ടീഷനിലേക്ക് ഒന്ന് പോയേക്കാം. വീലാർസ് നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അതൊരു വീൽ കപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് വൃത്തിയായി തന്നെ എടുത്തിരിക്കുന്നു. വിൻഷീൽഡായാലും നല്ല നീറ്റായിട്ടിരുന്ന വിൻഷീൽഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലിഡ് നോക്കാം. ലിഡും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നമുക്കിവിടെ ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഫോഗ് ലാമ്പ് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാർസ് നോക്കാം. ടയർ കണ്ടീഷനായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ടയർ കണ്ടീഷൻ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിനി 2 ഡോർ നോക്കാം. 2 ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ചെറിയ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ബാക്കിലേക്ക് വരാം. വിൻഷീൽഡ് നല്ല നീറ്റായിട്ടിരിക്കുന്നു. ചെറിയ രീതിയിലുള്ള അഴുക്കാണ്, കാര്യമായിട്ടുള്ളൊരു ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ XTAയുടെ ബാഡ്ജ് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 ഡോർ നോക്കാം. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഇൻറ്റീരിയേഴ്സിലേക്ക് വരുമ്പോഴാണ് ക്വാളിറ്റി അറിയേണ്ടത് കേട്ടോ. ഡുവൽ ടോൺ തീമിൽ വന്നിരിക്കുന്ന ഡോർസും കൂടെ കാണാൻ പറ്റും. അതേപോലെ നമുക്കിവിടെ സീറ്റ്സൊക്കെ നോക്കാം. സീറ്റ്സ് ആയിരുന്നു നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഡാഷ്ബോർഡിലേക്ക് വരാം. ഡാഷ്ബോർഡ് നീറ്റായിട്ടിരിക്കുന്നു. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ഗിയർ നോബ് നമുക്കിവിടെ കാണാൻ പറ്റും. സ്റ്റിയറിംഗ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സ്റ്റിയറിംഗ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വൈറ്റ് നാനോയിലേക്ക് ഒന്ന് പോയേക്കാം. വൈറ്റ് നാനോയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അതേപോലെ വിൻഷീൽഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ലിഡ് നോക്കാം. ലിഡും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ബമ്പേഴ്സിലേക്ക് വരാം. ഇവിടെ ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. 2 ഡോറിലേക്കും വരാം. 2 ഡോറും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് നല്ല നീറ്റായിട്ടിരിക്കുന്നു. ടയറിൻ്റെ കണ്ടീഷനായാലും നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ വിൻഷീൽഡ് നല്ല നീറ്റായിട്ടിരിക്കുന്നു. ലിഡ് നോക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് കാണാൻ പറ്റും. ഓപ്പണബിൾ ടൈപ്പ് ലിഡാണ് വന്നേക്കണേ. ബമ്പേഴ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ 2 ഡോറായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഡോർസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഡുവൽ ടോണിൽ വന്നേക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കാണാൻ പറ്റും. സ്റ്റിയറിംഗ് ആയാലും വൃത്തി തന്നെ ഇരിക്കുന്നു. ഓട്ടോമാറ്റിക്കിൻ്റെ നോബ് കാണാൻ പറ്റും. ഇവിടെ നിന്നുള്ള ഡാഷ് നോക്കാം. ഡാഷ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡാഷ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. പാസഞ്ചർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെയും സീറ്റ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കാണാൻ പറ്റും. കുഴപ്പമില്ലാത്ത ലെഗ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഡോർ പാഡ്സ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡോർ പാഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലേക്കായിരുന്നു ഈ 2 വാഹനങ്ങളുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ 2ൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ 2 നാനോയും കണ്ടു കഴിഞ്ഞു. 2 നാനോയും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക്കാണ്. 2016 മോഡൽ വണ്ടിയാണ് നിൽക്കണേ. ഇതിൻ്റെ കിലോമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഈ ഒരു വൈറ്റ് നാനോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ ഈ ഒരു വൈറ്റ് നാനോ വെച്ചിട്ടുണ്ടെങ്കിൽ 65,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതുകൂടാതെ തന്നെ പുതിയൊരു ഇൻഷുറൻസാണ് വന്നേക്കണേ. XTA ഓട്ടോമാറ്റിക്കാണ് വന്നേക്കണേ. റേറ്റ് ഞാൻ പറയാം. അതിനൊക്കെ മുമ്പ് നമുക്ക് ഈ ഒരു റെഡ് നാനോയിലേക്ക് ഒന്ന് പോയേക്കാം. ഈ നാനോ 2016 തന്നെ സെക്കൻഡ് ഓണർഷിപ്പിൽ വന്നേക്കണതാണ്. 72,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതേപോലെ തന്നെ പെട്രോൾ 23 സെപ്റ്റംബർ 2031 വരെ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് റേറ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു റെഡ് നാനോൻ്റെ ആസ്കിങ് പ്രൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ 1,65,000 രൂപയ്ക്ക് ഫൈനൽ റേറ്റ് നമുക്കത് കൊടുക്കും. അതേപോലെ തന്നെ ഈ ഒരു വൈറ്റ് നാനോൻ്റെ ആസ്കിങ് പ്രൈസ് 2,15,000 രൂപയാണ്. ഈ രണ്ട് വാഹനങ്ങളും നമ്മൾ ഡിസ്കൗണ്ട് സെയിലിൽ എന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ആയിട്ട് ഈ ഒരു വാഹനം 1,65,000 രൂപയ്ക്ക് എങ്ങും കിട്ടാത്ത റേറ്റിനാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് നേരെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ചേക്കാം, സംസാരിച്ചേക്കാം. ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അഡ്വാൻസ് ആയിട്ട് വണ്ടി എടുത്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ വാട്സാപ്പ് നമ്പർ, എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് നമ്പറിനകത്തേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ വീഡിയോസ് വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.